Oh my god. ആ മരിച്ചു പോയി. ജെനി, ജെനി, നീയാണോ നിൽക്കുന്നേ? മുടിയല്ലത്, മുടിയല്ലത്. ഓ ജെനി, നീയാണത്? ജെനി, നീയാണേ കരയുന്നേ? ആ മുടി നിന്റെയാണോ? Oh my god. Jenny, Jenny. ബിൽഡിംഗാണ്. ഈ ഒരു ബിൽഡിങ്ങിൽ വന്നിട്ട് ഒരുത്തൻ, ഒരു നായിന്റെ മോൻ വന്നിട്ട് ഒരു പെണ്ണിനെ അവൻ പ്രേമിക്കുന്ന പെണ്ണാണ്. ജെനി, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, അതിന് കയ്യും കാലും എല്ലാം ഉണ്ട് ഇതിന്. ജെനി, അമ്മ കരയുന്നു, അമ്മ കരയുന്നു. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, കരയില്ല പ്ലീസ്. ജെനി കരയില്ല പ്ലീസ്. ഇത്ര ഉള്ളൂ, ഞാൻ വീഡിയോ നിർത്തുവാണ് ഞാൻ. ജെനി ബൈ, ഇവിടുന്ന് പൊക്കോ. Oh my god, oh my god, oh my god, oh my god. അമ്മന്ന് കരയുന്നത്, അമ്മന്ന്. ഓ മൈ ഗാഡ്, അമ്മന്ന് കരയുന്നത്. എൻ്റെ ദൈവമേ. ജെനി, ജെനി കരയാതെ പ്ലീസ്. എൻ്റെ ദൈവം, ഇരിക്കുന്നുണ്ടത്, ഇരിക്കുന്നുണ്ടത്. ഇയോണ്ട മുടിയാടുന്നുണ്ടോ? ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്. എവിടെ പോവാ? അമ്മ കരഞ്ഞോണ്ടിരിക്കുന്നത് അവിടെ ഇരുന്നുണ്ട്. അത് ഇരുന്ന് കരയുന്ന ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. ആ മുടി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് ഇവിടുന്ന് ആ സാധനം എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഇവിടുന്ന് സാധനം കൂടാ. ജെനി ഈസ് റിട്ടേൺ. ഗൈസ്, ഇതാണ് ആ ബിൽഡിങ്. സോ കുറേ റിക്വസ്റ്റ് ഒന്നുണ്ടായിരുന്നു ഈ ബിൽഡിങ്ങിൽ വീണ്ടും ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, ഒരു വീഡിയോ കൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ് ഞാൻ കഷ്ടപ്പെട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നെറ്റ് വിഷൻ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അകത്തോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ സൗണ്ട് കേട്ടായിരുന്നു. ആരാതെ? ജെനി, ഞാനാണ് വന്നേക്കുന്നത്, സൂര്യ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നിട്ട് ഇതേ സ്ഥലത്ത് ഞാൻ വീടെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വീണ്ടും നിന്നെ ഒന്ന് കാണണം, ഇതേ സ്ഥലത്ത് വന്നിട്ട് ഒന്നുകൂടി പോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും വന്നിരിക്കുന്ന സ്ഥലത്ത്. ജെനി, നീ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ? അന്ന് വന്നപ്പോൾ എങ്ങനെയാണോ? കൈ സൗണ്ട് കേൾക്കുന്നുണ്ട്.
ജെനി, നീ ഇവിടെ തന്നെ ഉണ്ടോ ഇപ്പോഴും? കഴിഞ്ഞ തവണ വന്നപ്പം ഈ സ്ഥലത്ത് വന്നപ്പം എക്സ്ട്രീം സൗണ്ടായിരുന്നു കേട്ടത്, വന്ന് കയറിയപ്പോൾ തന്നെ. സോ ഗൈസ്, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ ഒരു വീഡിയോ വന്നിട്ട് ഈ ഒരു സംഭവം ഈ സ്ഥലത്ത് നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലത്ത് ഇതൊരു അബണ്ട ബിൽഡിംഗ് ആണ്. സോ ഹൈവേയുടെ സൈഡിൽ തന്നെ ഉള്ളൊരു അബണ്ട ബിൽഡിംഗ് ആണ്. സോ ഈ ഒരു ബിൽഡിങ്ങിൽ വന്നിട്ട് ഒരുത്തൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ആ പെണ്ണിനെ ആ സ്നേഹത്തിൻ്റെ പേരിൽ, ആ ലവ് എന്ന് പറയുന്ന പേരിൽ ആ പെണ്ണിനെ കാണണം എന്ന് വിളിച്ച് ഈ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരികയും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവൻ കൂടാതെ ഈ സ്ഥലത്ത് വേറെ 2-3 പേരുണ്ടായിരുന്നു, അവൻ്റെ കൂട്ടുകാരന്മാർ തന്നെ. സോ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ആ പെണ്ണിനെ കൊല്ലുമായിരുന്നു. ആ പെണ്ണ് ലാസ്റ്റ് മരിച്ചുപോയി. സോ ഈ ഒരു സംഭവത്തിന് ശേഷം അവർക്ക് ശിക്ഷകൾ കിട്ടി, അവർ പോയി. ബട്ട് ഈ ഒരു പെണ്ണിൻ്റെ ആത്മാവ് ഇതേ സ്ഥലത്ത് ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. സോ ഇത് ഇവിടുന്ന് കുറച്ച് മാറി വന്നിട്ട് കുറച്ച് വീടുകളും കടകളും ഉണ്ട്. അവർക്ക് നിരന്തരമായി ഈ സ്ഥലത്തൊക്കെ കരയുന്ന ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊലുസിൻ്റെ സൗണ്ട്. ഗൈസ്, കൊലുസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ കൊലുസിൻ്റെ ശബ്ദമൊന്നും കേട്ടിട്ടില്ലായിരുന്നു. ഈ തവണ കൊലുസിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. സോ കരയുന്ന ശബ്ദങ്ങൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സ്ഥലം ശ്രദ്ധയപ്പെട്ടതും ഞാൻ അറിയാൻ സാധിച്ചതും ഈ ഒരു സ്ഥലത്ത് വന്ന് എക്സ്പ്ലോർ ചെയ്ത്. ആ വീഡിയോ ഭയങ്കര എമോഷണൽ വീഡിയോ ആണ്. അത് വന്നിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ സീരീസിൻ്റെ 1 കൊടുത്തിരിക്കാം. കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് സെക്ഷൻ ഉൾപ്പെടെ വന്നിട്ട് ഈ സ്ഥലത്ത് വീണ്ടും എക്സ്പ്ലോർ ചെയ്യണമെന്ന്. സോ അങ്ങനെയാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. സോ ജെനി, എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്ത് വീണ്ടും എക്സ്പ്ലോർ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. നിന്നെ ഒന്നും കൂടി കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ശല്യപ്പെടുത്തുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇൻ കേസ് ശല്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ സോറി. നീ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണ്ട, ഇവിടെ തന്നെ ഉണ്ട്. അവളിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, ജെനി. അവളെ പേര് ജെനി എന്നാണ്. അവളിപ്പോഴും ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ട്. അതാണ് ഈ കേൾക്കുന്ന സൗണ്ട്. ജെനി, നീ ഈ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട്. നീ ഇപ്പോഴും ഈ സ്ഥലത്ത് ഉണ്ടെങ്കിൽ ഒരു സൗണ്ട് കേൾപ്പിക്കാമോ? കഴിഞ്ഞ തവണ ഈ റൂമിൽ നിന്ന് ഒരു ക്യാപ്ചർ ഉണ്ടായിരുന്നു, എക്സ്ട്രീം. അത് ഞാൻ പോലും കണ്ടിട്ടില്ല. ഓൺ ദ സ്പോട്ടിൽ എഡിറ്റിംഗ് സമയത്താണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്കത്. ജെനി, നീ ഈ സ്ഥലത്ത് ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സൗണ്ട് കേൾപ്പിക്കാവോ? ഓ മൈ ഗോഡ്, ദൈവമേ, കൺഫേം അവൾ ഇപ്പോഴും ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. ജെനി, സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും വന്നിട്ട് ഹെഡ്സെറ്റ് വെച്ച് വീഡിയോ കാണുക, ഫുൾ വോളിയം വെച്ച് കാണുക. സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ താഴെ സൗണ്ട് കേൾക്കുന്ന ടൈം ഡ്യൂറേഷൻ ഉൾപ്പെടെ മെൻഷൻ ചെയ്യുക. അത് വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും. ഓക്കെ, ഞാൻ കേൾക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ജെനി, എന്നെ മനസ്സിലായോ? ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതേ സ്ഥലത്ത് ഷൂട്ടിന് വന്നിട്ടുണ്ട്, വീടെടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പേര് സൂര്യ. ഞാൻ ഇതേ സ്ഥലത്ത് വന്നിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ.
ഗൈസ് നൈറ്റ് വിഷൻ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ കഴിഞ്ഞ തവണ പുറത്തായിരുന്നു വെച്ചത്. സോ ഈ തവണ കാരണം ഞാൻ ലാസ്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ക്യാപ്ചറും കണ്ടായിരുന്നു, ഒരു അന്യായ ക്യാപ്ചർ. ജെനി, ഓ മൈ ഗോഡ്, ഓ ഷിറ്റ്, ദൈവം തമ്പുരാനെ. അവൾ വന്നിട്ടുണ്ട്, ഇതേ സ്ഥലത്ത് വീണ്ടും വന്നിട്ടുണ്ട്. അവളിപ്പം വന്ന ആദ്യത്തെ കുറച്ച് സമയത്തൊക്കെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു, ഇപ്പോൾ സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ട്. സൗണ്ട് ജെനി, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ആ സാധനങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് ഈ സ്ഥലത്തുനിന്ന് പോകേണ്ടതാണ്. ഇതാണ് എൻ്റെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ആഗ്രഹം. കുറേ പേര് നിന്നെ ഓർത്ത് എൻ്റെ ഭഗവാനെ, എക്സ്ട്രീം സൗണ്ട്. എന്തിനിങ്ങനെ കൊടൂരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നേ? ഓ ഷിറ്റ്. കൈസ് വന്നിട്ട് അത് വന്നിട്ട് ഏതോ ഒരു ദേഷ്യത്തിലോ എന്തോ സംഭവത്തിലാണെന്ന് തോന്നുന്നത്. ശരിക്കും അഗ്രഷനായിട്ടാണ് അത് റിയാക്ട് ചെയ്യുന്നത്. ജെനി, ഓ മൈ ഗോഡ്, ജെനി, ഓ മൈ ഗോഡ്, എൻ്റെ എക്സ്ട്രീം 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 എക്സ്ട്രീം. ജെനി, നീ മുകളിലാണോ? ഓ മൈ ഗോഡ്, ബ്ലഡോ? നീ മുകളിലാണോ ഉള്ളത്? നീ ടെറസിലാണോ ഉള്ളത്? മുകളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ഗൈസ്, ഈ മണ്ണ് വന്നിട്ട് കിടപ്പുണ്ട്. അതിൻ്റെ താഴെ തന്നെ ബ്ലഡിൻ്റെ ഒരുമാതിരി ബ്ലഡ് കിടക്കുന്ന പോലെ. ചവിട്ടി നോക്കപ്പോഴാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചവിട്ടി നടക്കുമ്പോഴത്തേക്ക് മണ്ണിങ്ങനെ ഇതായിട്ട് വരുന്നതാണ്. നകത്തും എന്തോ ബ്ലഡ് പോലെ ഫീൽ ആവുന്നു എനിക്ക്, റെഡ് കളറിൽ. ജെനി, നീ മുകളിലാണോ? എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്, ഫുള്ള് വവ്വാല്. കഴിഞ്ഞാണ് ഇത്രയും വവ്വാലില്ലായിരുന്നു ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വവ്വാൽ ഇവിടെ ഇല്ലായിരുന്നു. മുഴുവൻ വവ്വാൽ ഇവിടെ. ഓ മൈ ഗോഡ്, ആരത്? ആരത്? ഓ മൈ ഗോഡ്,
ആരത്? മുടി പോലെ ഇല്ലത്. എന്റെ ദൈവമേ. ഹലോ, ആരത്? ഇത് ജെനി, ജെനി, ഇത് നീ തന്നെയാണോ? കഴിഞ്ഞ തവണ നിന്നെ ഇതുപോലെ അല്ലല്ലോ അവിടെ കണ്ടത്. ജെനി, ജെനി, ഇത് നീ ആണെന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് കേൾപ്പിക്കാവോ? അല്ലെങ്കിൽ ഇത് വേറെ സൗണ്ട് കേൾപ്പിക്കാവോ? എന്തോ ഇത് അവിടെ ഒന്ന് അനങ്ങുന്നുണ്ട്. ഓ മൈ ഗാഡ്. ഓ ഏ, പൈസയോ? ഞാൻ ഭിക്ഷക്കാരനൊന്നുമല്ല. അല്ല, ഭിക്ഷക്കാരനാണ്. അതാണ് അവസ്ഥ. ഓ, ജെനി, ഇത് നീയാണോ? ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് എനിക്ക് നീയായിട്ട് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് ഇതിവിടെ കേട്ടതും കണ്ടതുമായിട്ടുള്ള രൂപങ്ങൾ ടോട്ടലി ഡിഫറൻ്റ് ആയിരുന്നു. എൻ്റെ ഭഗവാനെ. ഓ, എന്തിനാ ചെയ്യുന്നേ? നീ എന്തിനാ ചെയ്യുന്നേ? നിന്റെ ആയുസ് കഴിഞ്ഞു. നിനക്കിവിടെ ഇനി ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമില്ല. ഞാനിവിടെ അന്ന് വന്നപ്പോൾ ഈ കാര്യം അതോട്ട് പറഞ്ഞതാ. എന്നെ പറയാൻ പോലും സമ്മതിക്കുന്നില്ല. ഓ മൈ ഗാഡ്. എക്സ്ട്രീം സൗണ്ട്. എൻ്റെ പടച്ചോനെ, എൻ്റെ ദൈവം തമ്പുരാനെ. ഇപ്പോൾ സൗണ്ട് കേട്ട് എക്സ്ട്രീം സൗണ്ടാണ് കേട്ടത്. ഓ മൈ ഗാഡ്. ഞാൻ അടുത്തോട്ട് വരുവാണ്. എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ജെനി, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ജെനി, ആർ യു ദേർ? ഫുഡ് സ്റ്റെപ്പ് നടക്കുന്നുണ്ടോ അവിടെ? നടക്കുന്നുണ്ട് ആരാണ്ട് അവിടെ? ഇവിടെ താഴെ സൗണ്ട് കേൾക്കുന്നേ. ആ മുകളിലാരാ? ആരാ താഴെ? വവ്വാലാണോ?
താഴെ നിന്നും മുകളിൽ നിന്നും ഒരേ കൂട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. ജനി, ഇത് നീ ചെയ്യുന്നതാണോ? താഴെ ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നേ. അമ്മ അമ്മന്ന് വിളിക്കുന്നു. എവിടുന്ന് ശബ്ദം കേൾക്കുന്നേ? അമ്മ അമ്മന്ന് വിളിക്കുന്നു. അമ്മ അമ്മന്ന് വിളിച്ച് വീണ്ടും വീണ്ടും കരയുന്നേ. ജനി, ഓ ഷിറ്റ്, ട്രെയിന്. കൈസ്, അമ്മ അമ്മന്ന് കരയുന്നേ. ഓ കോപ്പില്ല ട്രെയിന്. ആ ട്രെയിന് പോകാൻ കണ്ട സമയം. അമ്മ അമ്മന്ന് കരയുന്നേ. ഇവിടുന്നാണോ കേൾക്കുന്നേ? ഇവിടുന്നാണോ കേൾക്കുന്നത്? ഇവിടുന്നാണോ കേൾക്കുന്ന സൗണ്ട്? അപ്പുറത്തോന്ന് സൗണ്ട്. അച്ഛന്നോ? കൈസ്, ഇപ്പൊ അച്ഛന്നല്ല കേട്ടോ സൗണ്ട്. അച്ഛന്നോ? ഇത് ഫസ്റ്റ് ടൈമാണ് അച്ഛന്ന് കേൾക്കുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് അമ്മ, ഇപ്പോഴും അമ്മന്ന് കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ അച്ഛ. ഇനി ഞാനിനി എൻ്റെ അച്ഛന്ന്. ജനി, അപ്പുറത്തോന്ന് സൗണ്ട്. സൗണ്ട് അവിടുന്ന് കേൾക്കുന്നത്. അപ്പുറത്തോന്ന്. ജനി, 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 സൗണ്ട് ക്ലിയർ ആയിട്ട് ലിസൺ ചെയ്യും. ഓക്കെ, ജനി, ഓ മൈ ഗോഡ്. ഓ, ആരാ അത്? ജെനി അല്ലേ? ജെനി, 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 oh my god, oh my god. Jenny,
Oh my god. Oh shit. എന്തുകൊണ്ട് നടക്കുന്നത്? ആര് ഈ വട്ടത്തിലൊക്കെ മൂത്രം വെച്ചിരിക്കുന്നു ഇവിടെ? കഴിച്ച് ശ്രദ്ധിച്ച് നോക്കിയേ. ആ റൂമിൻ്റെ വെളിയിൽ വന്നിട്ട് വട്ടത്തിൽ എന്തോന്ന് ചെയ്തേക്കുന്ന നോക്കില്ലേ? എന്തോന്ന് കത്തിച്ചിട്ടുണ്ട്, അല്ലെ എന്തോന്ന് ഒഴിച്ചിട്ടുണ്ട്, ദ്രാവകം പോലെ വട്ടത്തിലായിട്ട്. ഇനി ഈ റൂമിലാണോ ആ സംഭവം നടന്നത്? ജെനി, സൗണ്ട് അവിടുന്ന് കേൾക്കുന്നു. ഇപ്പം സൗണ്ട് ഇപ്പം അവിടുന്ന് കേൾക്കുന്നുണ്ട്. സൗണ്ട് ഇപ്പം ഇവിടുന്ന് കേൾക്കുന്നേ. ജെനി, ഞാനിവിടുന്ന് പോയേക്കാം കേട്ടോ. Oh my god. ജെനി, ജെനി, എങ്ങോട്ടാ പോയേ? കോഴി വരെ കൂവി. എൻ്റെ ഭഗവാനെ, അകത്തെന്തോ ഇരിക്കുന്ന പോലെ തോന്നി പെട്ടെന്ന് കണ്ടപ്പം. ഓ ഷിറ്റ്. എന്ത് സംഭവം?
ഓ ജെനി ജെനി ഗൈസ് നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചായിരുന്നു കഴിഞ്ഞ തവണ ഞാനിവിടെ വന്ന സമയത്ത് എക്സ്ട്രീമായിട്ട് കുറേ ക്യാപ്ചറും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തവണ എനിക്ക് അത്രയും ക്യാപ്ചറും ചെയ്യാൻ പറ്റിയിട്ടില്ല. സൗണ്ട് കേൾക്കുന്നുണ്ട് ബട്ട് അത്രയും ക്യാപ്ചറൊന്നും ചെയ്യാൻ പറ്റും. കഴിഞ്ഞ തവണ ഞാൻ ചെയ്ത ക്യാപ്ചറൊക്കെ വന്നിട്ട് എക്സ്ട്രീമായിരുന്നു. എക്സ്ട്രീം എന്ന് വെച്ചാൽ അന്യായ ക്യാപ്ചറുകളാണ് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ചെയ്തതൊക്കെ. ഇതവണ വന്നപ്പം വേറെ എന്തോ ഒരു രൂപത്തെ കാണുന്ന ഒരു ഫീൽ ആവുന്നുണ്ട് എനിക്ക്. കാരണം കഴിഞ്ഞ തവണ ജെനിയൊന്നും ആ ഒരു സ്പിരിറ്റ് ഇങ്ങനെ അല്ലായിരുന്നു, വേറൊരു രീതിയിലായിരുന്നു അതിൻ്റെ രൂപം മൊത്തത്തിൽ. ഇപ്പോൾ അത് വേറെ ഏതൊരു രൂപത്തിൽ നിൽക്കുന്ന പോലെ. ഇനി മേ ബി സ്പിരിറ്റ് വന്നിട്ട് ഇനി അങ്ങനെ ചേഞ്ച് ഓവർ ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല. അറിയാവുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വന്നിട്ട് ഞാൻ ഈ ഒരു റൂമിൽ വെച്ചേക്കാം. ഇവിടെയാണ് എനിക്ക് എക്സ്ട്രീം സൗണ്ടുകൾ കാര്യങ്ങൾ കേട്ടത്. ഞാൻ ഈ റൂമിൽ വെച്ചേക്കാം. ഈ റൂമിൽ വെച്ചേക്കാം ഞാൻ. നീ അത് എടുത്തോ, എന്നിട്ട് നീ ഇവിടുന്ന് ശാന്തി നേടിയിട്ട് ഈ സ്ഥലത്തു നീ പൊക്കോ. അത്ര എനിക്ക് പറയാനുള്ളൂ. നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. നീ ഇപ്പോൾ എവിടെയാണ് ഈ കെട്ടിടത്തിനകത്ത് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ മൊത്തത്തിൽ പറയുവാണ്, നീ ആ സാധനങ്ങൾ എടുത്തിട്ട് നീ ഇവിടുന്ന് പൊക്കോ. അത് നീ എടുത്ത് എന്നെക്കൊണ്ടാവുന്ന ചെറിയൊരു സന്തോഷം ഞാൻ നിനക്ക് തരുവാണ്. നിന്നെ ഓർത്ത് നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഓർത്ത് അതുപോലെ വിഷമിച്ചിട്ടുണ്ടായിരിക്കാം, കരഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇപ്പോഴും വിഷമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതേ ബിൽഡിങ്ങിൽ വന്നിട്ട് ഇതുകൊണ്ട് സംഭവം നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അന്ന് അവർക്ക് എങ്ങനെയാണോ അവർക്ക് ആ വേദന ഉണ്ടായത് അതേ വേദന ഇപ്പോൾ അവർക്ക് വീണ്ടും ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, നിൻ്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാര്യം പറയുന്നത്. ഈ സ്ഥലത്തു നിന്ന് നീ പോകുന്നതായിരിക്കും നിനക്കും നിൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും നല്ലത്. ഒരു സൗണ്ട് കേട്ടില്ലേ? സോ ഗൈസ്, കൊണ്ടുവന്നിരിക്കുന്ന സാധനം വന്നിട്ട് ഞാൻ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. റിവീൽ ചെയ്യണോ വേണ്ടെന്ന് ചോദിച്ചാൽ ഇതാരോടും പറയാതെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയിലും കാണിക്കുന്നില്ല എന്താ ചെയ്തതെന്നുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമൻറ്റിൽ പറയുക ആ സംഭവം എന്തായിരിക്കും എന്നുള്ളത്. ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. അത് എന്തോ എനിക്കൊരു സംതിങ് ഫീൽ ആവുന്നു. മഹാ സീരീസ് ഓർമ്മയുണ്ടോ? അതുപോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. എന്തായാലും ഞാൻ വന്നിട്ട് ആ ഒരു സാധനം ഈ റൂമിൽ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ ജെനി, സാധനം എടുത്തിട്ട് അകത്ത് വെച്ചിട്ടേ നമുക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. കൈസ് സാധനത്തിരിക്കുവാണ്. ഞാൻ സാധനം എടുത്തിട്ട് അവിടെ വച്ചിട്ട് പിന്നെ നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കരയുന്നുണ്ടോ ജെനി? ഞാൻ ഈ സ്ഥലത്ത് നിന്ന് പോവാണ്. എന്തിനാ കരയുന്ന ഇങ്ങനെ? മുകളിൽ സൗണ്ട് കേൾക്കുന്നേ ജെനി. കൈസ് മുകളിൽ നിന്നാണ് താഴെ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ചേട്ടൻ എന്നുള്ള ഒരു സ്ഥാനത്തു നിന്ന്. ജെനി, അയ്യോ അമ്മ എന്നൊക്കെ അറിയുന്നേ ദൈവമേ. ജെനി, ജെനി, ജെനി. Oh my god, oh my god, oh my god, oh my god. അമ്മ കറിയുന്നത്, അമ്മ. Oh my god, അമ്മ കറിയുന്നത്. എൻ്റെ ദൈവമേ. ജെനി കരയാതെ പ്ലീസ്. എൻ്റെ ദൈവമേ, ഇരിക്കുന്നുണ്ടത് ഇവിടെ മുടിയാടുന്നുണ്ടോ? ഓ മൈ ഗാഡ്, ഞാൻ എവിടുന്ന് പോവാ?
അമ്മ കരഞ്ഞോണ്ടിരിക്കുന്നത് അവിടെ ഇരുന്നോണ്ട്. അത് ഇരുന്ന് കരയുന്ന ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. ആ മുടി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് ഇവിടുന്ന് ആ സാധനം എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഇവിടുന്ന് സാധനം കൂടാം. ജെനി കരയരുത് പ്ലീസ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സാധനം ഇവിടെ വച്ചിട്ട് ഞാൻ പോയേക്കാം, നീ അത് എടുത്തോ. ഞാൻ ഇവിടുന്ന് പോവാണ് ജെനി, ഞാൻ ഇവിടുന്ന് പോവാ. ഞാൻ ജെനി ഇവിടെ പോവാ, ഞാൻ വച്ചിട്ടുണ്ട്, നിനക്ക് എടുത്തോ. പുറത്ത് പോവാ. Oh my god. ജെനി, നിനക്ക് വേണ്ടിയിട്ട സാധനം ഞാൻ അകത്തോണ്ട് വച്ചിട്ടുണ്ട്, നീ സന്തോഷത്തോടെ സാധനം എടുത്തോ. പക്ഷെ ചിരിക്കുമല്ലേ സൗണ്ട് വയ്ക്കുന്നേ, ചിരിക്കുന്നു. ഓ മൈ ഗോഡ് ഗൈസ്, ചിരിച്ചോണ്ടിരിക്കും അത്. മതി, എനിക്ക് ഇത്രയും മതി, ഞാൻ പോവാ. ഓക്കെ, ഗുഡ് ബൈ.